രാത്രിയുടെ നിശബ്ദതയിലേക്ക് മെല്ലെ പ്രവേശിക്കുമ്പോഴും കൊച്ചി നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ വൈറ്റില ജംഗ്ഷൻ ഉണർന്നിരുന്നു. എറണാകുളം ലുലു മോളിൽ നടന്ന ഒരു സിനിമ പ്രൊമോഷൻ കവർ ചെയ്ത ശേഷം യൂട്ടോ കോട്ടയം ചാനലിന്റെ റിപ്പോർട്ടറായ അമ്പാടിയും ക്യാമറമാൻ അഭിമോനും തങ്ങളുടെ സ്കൂട്ടറിൽ കോട്ടയത്തേക്ക് മടങ്ങുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു നവയുഗ ചാനലാണ് യൂട്ടോക്ക്. ഹോട്ടൽ തണൽ സ്ഥിതി ചെയ്യുന്ന വളവിലെത്തിയപ്പോൾ അമ്പാടി ശ്രദ്ധിച്ചു. പതിവില്ലാത്തൊരു തിരക്ക്. ആഡംബരത്തിന്റെ പ്രതീകമായ ഹോട്ടലിന്റെ മുന്നിൽ ഒരു വലിയ പോലീസ് ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു. ചുറ്റും നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുമുണ്ട്. അമ്പാടി അഭിമോനോട് പറഞ്ഞു, "അഭിമോൻ, വണ്ടി നിർത്ത്, ഇവിടെ എന്തോ വലിയ പ്രശ്നമുണ്ട്." അഭിമോൻ മറുപടി നൽകി, "സിനിമ പ്രൊമോഷൻ കഴിഞ്ഞതല്ലേ അമ്പാടി, നമുക്ക് വേഗം പോകാം." അമ്പാടി തന്റെ മാധ്യമപ്രവർത്തനത്തിന്റെ ധാർമ്മികത ഉറപ്പിച്ചു. "നോക്കൂ അഭിമോൻ, വലിയ ചാനലുകളുടെ റിപ്പോർട്ടർമാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ പിന്മാറിയിരിക്കുന്നു. സ്വാധീനം കാരണം വാർത്ത മുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം നമ്മൾ പുറത്തു കൊണ്ടുവരണം. ഇതാണ് യഥാർത്ഥ വാർത്ത." അമ്പാടി തന്റെ തോളിലെ ബാഗിൽ നിന്ന് മൊബൈൽ ഫോണും ലൈവ് സ്ട്രീമിങ്ങിനുള്ള മൈക്കും എടുത്തു. അഭിമോൻ വേഗത്തിൽ പ്രൊഫഷണൽ ക്യാമറ ഓൺ ചെയ്ത് ലൈവ് ഫീഡിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അവർ നാട്ടുകാർ കൂട്ടം കൂടി നിന്ന ഭാഗത്തേക്ക് പതുക്കെ ചെന്നു. ആദ്യം മൈക്ക് നീട്ടിയപ്പോൾ ഹോട്ടലുടമയുടെ സ്വാധീനം ഭയന്നാവാം പലരും സംസാരിക്കാൻ മടിച്ചു. അമ്പാടി നാട്ടുകാരോട് സ്വയം പരിചയപ്പെടുത്തി, "ഞാൻ യൂട്ടോക്ക് കോട്ടയം ചാനലിൽ നിന്നാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ലോകത്തിന്റെ മുന്നിലെത്തിക്കും. സത്യം മറച്ചു വെക്കില്ല. ധൈര്യമായി സംസാരിക്കണം." ഈ വാക്കുകൾ കേട്ടതും വർഷങ്ങളായുള്ള രോഷം മനസ്സിൽ കൊണ്ടു നടന്ന കേശവൻ ചേട്ടനും ജോസഫും മുന്നോട്ട് വന്നു. അമ്പാടി കേശവൻ ചേട്ടനോട് ചോദിച്ചു, "ചേട്ടാ, ഈ ഹോട്ടലിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് എന്തിനാ ഇവിടെ റെയ്ഡ് ചെയ്തത്?" കേശവൻ മറുപടി നൽകി, "മോനെ, ഇവിടെ സ്പാ എന്ന പേരിലാണ് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കാശും സ്വാധീനമുള്ളവരുടെ കച്ചവടമായിരുന്നു ഇത്. ഈ ഹോട്ടൽ ഒരുപാട് കാലമായി നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. നാട്ടുകാര് പലവട്ടം പോലീസിൽ വിവരം അറിയിച്ചു. പക്ഷേ കാശുള്ളവർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇതാ പിടിച്ചിരിക്കുന്നു." അമ്പാടിക്ക് മനസ്സിലായി, ഇത് വെറും ഒരു പോലീസ് റെയ്ഡ് വാർത്തയല്ല. ഇതിന്റെ വേരുകൾ ആഴത്തിൽ പോയിരിക്കുന്നു. അമ്പാടി മൈക്ക് ജോസഫിന് നേരെ നീക്കി. ഹോട്ടൽ കെട്ടിടത്തെക്കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങളിലേക്ക് കടന്നു. അമ്പാടി ജോസഫിനോട് ചോദിച്ചു, "ജോസഫേട്ടാ, ഈ കെട്ടിടം അനധികൃതമായാണ് പണിതതെന്ന് നാട്ടുകാർ പറയുന്നുണ്ടല്ലോ. ഇതിന്റെ പിന്നിൽ കോർപ്പറേഷനിലെ അഴിമതിയുടെ സ്വാധീനം എന്തെങ്കിലും ഉണ്ടോ?" ജോസഫ് രോഷത്തോടെ പറഞ്ഞു, "ഉണ്ട് മോനെ, സംശയമില്ല. നീ നോക്ക്, ആ ഹോട്ടലിന്റെ പിന്നിലുള്ള ആ വഴി, അത് ഞങ്ങളുടെ പൊതുവഴിയായിരുന്നു. തോട് നികത്തി ആ വഴി അടച്ചു കെട്ടിയാണ് ഇവിടെ കെട്ടിടം വലുതാക്കിയത്. ഇതിനൊന്നും അനുമതി കൊടുക്കാൻ ഇവിടെ നിയമപരമായി ആർക്കും കഴിയില്ല. പക്ഷേ ഇവിടുത്തെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തു. അവർ കണ്ണടച്ചു. നീതിക്ക് വേണ്ടി നിലകൊണ്ട ഒരു കൗൺസിലർ ഇതിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ ഹോട്ടലുടമ അവർക്കെതിരെ കേസും കൊടുത്തു. അധികാരം പണത്തിന്റെ മുന്നിൽ മുട്ടുമടക്കിയതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്." ജോസഫിന്റെ വാക്കുകൾ കേട്ടതും അമ്പാടിക്ക് കാര്യങ്ങൾ വ്യക്തമായി. ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം തന്നെ ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മാധ്യമങ്ങൾ പേടിച്ച് പിന്മാറിയതാവാം.